കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് പൾസർ സുനിയെ അറിയാമെന്ന് അപ്പുണ്ണിയുടെ മൊഴി. മുകേഷിന്റെ ഡ്രൈവറായിരുന്ന കാലം മുതൽ സുനിയെ പരിചയമുണ്ട് എന്നായിരുന്നു മൊഴി. അന്വേഷണ സംഘം ഇന്നലെ അപ്പുണ്ണിയെ ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഒരുപക്ഷെ ആവർത്തിച്ച് പലരും സുനിയെ അറിയില്ല എന്ന്, കാവ്യ അടക്കം അറിയില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടിയാണ് അപ്പുണ്ണിയുടെ ഈ മൊഴി സുപ്രധാനമാകുന്നത്. ഇതിനെ കേന്ദ്രീകരിച്ചായിരിക്കുമോ ഇനി ഒരുപക്ഷെ മറ്റു ചോദ്യം ചെയ്യലുകൾ അടക്കം? എന്താണ് വിവരങ്ങൾ? സൗമ്യ, ഇന്നലെ 6 മണിക്കൂറോളം നേരം അപ്പുണ്ണിയെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ചോദ്യം ചെയ്യലിലാണ് പല പ്രധാനപ്പെട്ട വിവരങ്ങളും അപ്പുണ്ണി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പൾസർ സുനിയെ നാളുകളായി അറിയാം എന്ന കാര്യം അപ്പുണ്ണി സമ്മതിച്ചു. ഏതാണ്ട് മുകേഷിൻ്റെ ഡ്രൈവറായിരുന്ന കാലം തൊട്ട് തന്നെ പൾസർ സുനിയെ പരിചയമുണ്ട്. ഇതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആണ് പൾസർ സുനി പങ്കുവച്ചത്. അതായത് ജയിലിൽ കിടക്കുമ്പോൾ പൾസർ സുനി തന്നെ വിളിച്ചു എന്ന കാര്യം അപ്പുണ്ണി സമ്മതിച്ചു. ഈ സമയത്ത് ദിലീപ് തൻ്റെ ഒപ്പമുണ്ടായിരുന്നു എന്ന കാര്യവും അപ്പുണ്ണി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട മൊഴികൾ ഇന്നലെ അപ്പുണ്ണി അന്വേഷണ സംഘത്തോട് പറയുകയുണ്ടായി. ദിലീപ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ പരിചയമില്ലാത്ത ഭാവത്തിൽ അപ്പുണ്ണിയോട് സംസാരിച്ചത് എന്നും അപ്പുണ്ണി ഇന്നലെ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇതുകൂടാതെ ഈ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന വിഷ്ണുവിനെ അപ്പുണ്ണി നേരിൽ കണ്ട കാര്യം നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അക്കാര്യവും അപ്പുണ്ണി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏലൂരിൽ വെച്ച് വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്. അത് കത്ത് എഴുതിയത് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് കണ്ടത് എന്ന കാര്യവും അപ്പുണ്ണി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു മൊഴി കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അപ്പുണ്ണിയുടെ മൊഴി ഈ കേസിൽ ദിലീപിനെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറിയിരിക്കുകയാണ്. ഈ അപ്പുണ്ണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ഇനിയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ന് റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് സാഹചര്യത്തിൽ പൾസർ സുനിയെ അങ്കമാലി കോടതിയിൽ ഇന്ന് ഹാജരാക്കുന്നുണ്ട്. പൾസർ സുനി ഇപ്പോൾ അങ്കമാലി കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് പൾസർ സുനിയെയും മറ്റ് സഹതടവുകാരെയും ഇന്ന് ഈ അങ്കമാലി കോടതിയിൽ ഹാജരാക്കുന്നത്. ഇന്ന് റിമാൻഡ് നീട്ടുക എന്ന നടപടിക്രമങ്ങൾ ഉപരിയായി പൾസർ സുനി ഒരു ഹർജി ഇന്ന് കോടതിയിൽ കൊടുക്കുന്നുണ്ട്, ഒരു അപേക്ഷ കോടതിയിൽ കൊടുക്കുന്നുണ്ട്. തൻ്റെ രഹസ്യമൊഴി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സുനി പല കാര്യങ്ങളും നേരത്തെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു. സ്രാവല്ല കുടുങ്ങിയിരിക്കുന്നത്, കൂടുതൽ പേർ ഇനിയും കുടുങ്ങാനുണ്ട് എന്നതടക്കം പ്രധാനപ്പെട്ട മൊഴികൾ സുനി നേരത്തെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രഹസ്യമൊഴി എടുക്കണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനി കോടതിക്കകത്തേക്ക് കയറുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പൾസർ സുനി ഇന്ന് രഹസ്യമൊഴിയായി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കും. ഈ അപേക്ഷ കോടതി അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപക്ഷെ രഹസ്യമൊഴി എടുക്കാനുള്ള സാധ്യതയില്ല. അടുത്ത ദിവസം കോടതി പറയുന്ന ദിവസം രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. എന്തായാലും 11 മണിക്കുമായി മുമ്പായി തന്നെ പൾസർ സുനിയെ ഇപ്പോൾ അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. സൗമ്യ, കോടതി നടപടികൾ എന്തൊക്കെയാണ് ഉമേഷ്? സൗമ്യ, ഇന്ന് കോടതിയിൽ പ്രധാനപ്പെട്ട നടപടികളില്ല. ഈ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് ഹാജരാക്കുന്നു. റിമാൻഡ് വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുക എന്ന നടപടി മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. എന്നാൽ അതിനുകൂടെയാണ് ഇന്ന് ഈ പൾസർ സുനി തൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സുനിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ വേണ്ടി അപേക്ഷ പൾസർ സുനി സമർപ്പിക്കുന്നത്. അത് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപക്ഷെ രേഖപ്പെടുത്താനുള്ള സാധ്യത കുറവാണ്. അടുത്ത ദിവസങ്ങളിലായിരിക്കും, കോടതി പറയുന്ന ദിവസമായിരിക്കും പൾസർ സുനിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പുണ്ണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിർണായക നീക്കങ്ങൾക്കാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്.